കുമാരി ദേവനന്ദ ഗിരീഷിനെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി ശ്രീ കെ പി മോഹൻ അവർ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അതോടൊപ്പം പ്രാധാന്യമാണ് ശ്രീ കണ്ണങ്കാട് ഭൗതിക ക്ഷേത്രം മറ്റ് കണ്ണങ്കാടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമുദായത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളാണ്. മറ്റുള്ള എല്ലാവരും അതോടൊപ്പം തന്നെ അതിനെ പരിപാലിച്ചു പോരാൻ വേണ്ടി നൂറുകണക്കിനെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമാണ്. കാങ്കോലിയുടെ ചരിത്രം അത് വിളിച്ചു വന്നതാണ്. 40-45 വർഷക്കാലം കടന്നു പോകുമ്പോൾ എല്ലാവരും ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചൈതന്യവുമൊക്കെയായി ഈ കണ്ണങ്കാട് ഇന്നത്തെ പ്രൗഢിയിലും ജനങ്ങളുടെയും ഒരു ജനകീയ ഉത്സവമാണ്. ആ ഉത്സവത്തിന് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മാർച്ച് 5 മുതൽ 8 വരെ നടക്കുന്ന കളിയാട് വളരെ മഹനീയമായ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ സമൂഹത്തില് ഒരു കലാകാരൻ എങ്ങനെയായിത്തീരണം? രാവിലെ കുളിച്ചാല് വീരഭദ്ര ക്ഷേത്രമുണ്ട്, നിത്യപൂജ അമ്പലം കണ്ടിട്ടുണ്ടോ? വരാനും വാർത്താ ചാനൽ മൊത്തം ഞാൻ അതുപോലെ ഇപ്പോൾ പോകുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത സൗഹൃദമാണ്. നമ്മൾ ഒരുപാട് ബന്ധം ഇല്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ അഭിനയിച്ചാണ്. ഞാൻ ഗുരുവിനെ കണ്ടു, മകളാന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും ഉത്സവം എന്ന് പറയുന്നത് നമുക്ക് ആ നാടിൻ്റെ ഒരു വലിയ മഹോത്സവമാണ്. ഏത് ഉത്സവമായാലും ഒരേ ക്ലബ്ബ് വാർഷികമായാലും സാംസ്കാരിക പ്രവർത്തനം ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഞാനൊരു സാംസ്കാരിക പ്രവർത്തനമാണ് കാണല്. ഉത്സവ ആഘോഷം എന്ന് പറയുന്നത് വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. ആ നാട് ആഘോഷിക്കുകയാണ്. കാരണം ഒരു ഉത്സവം നടക്കുന്നത് ഞാനിത് കണ്ടു. ആ വന്നപാട് നോക്കുന്നത് ആ ഉത്സവത്തോടനുബന്ധിച്ച് എന്താ പരിപാടിയില്ലതാണ്. ഞാനല്ല, ഒരുപാട് ആൾക്കാർ സത്യമാണത്. അവിടെ കണ്ടു ഗാനമേളയുണ്ട്, നാട്ടിലെ പരിപാടിയുണ്ട്, തിരുവാതിരയുണ്ട്. ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ് പല സ്ഥലത്തും. ഇപ്പോൾ തിരുവാതിര വൈകുന്നേരം വന്നാൽ കൊച്ചിന്തിക്കലെ കമ്മിറ്റി, ഇത് വലിയൊരു ജനകീയ പ്രവർത്തനമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ വീരഭദ്ര ക്ഷേത്രത്തിനപ്പുറം ഒരു അങ്ങനെയാണ്. നമ്മൾ എന്ത് പൊളിറ്റിക്സ് പറഞ്ഞാലും നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും അല്ലെങ്കിൽ പ്രായമായവരെല്ലാം അവർ മനസ്സുകൊണ്ട് സമർപ്പിച്ചവരാണ്. അല്ല ഈ ഇതിൻ്റെ അതിഥിയം അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനികർ അവരൊക്കെ അവരെ സമർപ്പിച്ച ആൾക്കാരാണ്. ആ ദൈവത്തിൻ്റെ ആടെ അവരെ മനസ്സും ശരീരമൊക്കെ സമർപ്പിച്ച് ജീവിതം അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം അതാണ് ഉത്സവത്തിൻ്റെ ഒരു മനസ്സിനും ശരീരത്തിനും ഒക്കെ സന്തോഷത്തിനാണ് ഉത്സവവും കാര്യങ്ങളെല്ലാം. ഇത് വലിയ ഉത്സവമാണ്. ഞാൻ ഒരുപാട് തവണ മുമ്പ് വന്നിട്ടുണ്ട്. അതിന് മുമ്പേ രഞ്ജി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. രഞ്ജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പരിപാടി വരുന്നതും. 10-12 വർഷം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്ത ഒരാളാണ്. അതേപോലെ ഭയങ്കര സൗഹൃദമാണ്. നമ്മൾ ഒന്നിച്ച്